നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ട്രേഡിംഗിലെ വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലർക്കും കുറച്ച് കൺഫ്യൂസിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മാർക്കറ്റ് ലിക്വിഡിറ്റി. സ്മാർട്ട് മണി, അതായത് വലിയ കളിക്കാർ എങ്ങനെയാണ് മാർക്കറ്റിനെ കാണുന്നത്? നമുക്കെങ്ങനെ അവരുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്യാം? നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, എല്ലാം പെർഫെക്റ്റ് ആണ്, അനാലിസിസ് ഒക്കെ കറക്റ്റ്, പക്ഷെ മാർക്കറ്റ് കറക്റ്റായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാത്രം ഹിറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ വിചാരിച്ച അതേ ഡയറക്ഷനിലേക്ക് റോക്കറ്റ് പോലെ പോകുന്നു. എന്തൊരവസ്ഥയാണല്ലേ! ആരോ നമ്മളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നും, ശരിയല്ലേ? അപ്പോ സത്യം എന്താണെന്നറിയോ? നിങ്ങളുടെ ആ തോന്നൽ വെറുതെയല്ല, അതിനൊരു കാരണമുണ്ട്. ഈ കാണുന്ന വാചകം ശ്രദ്ധിച്ചു നോക്കൂ. സാധാരണ ട്രേഡർമാർ, അതായത് നമ്മളെപ്പോലുള്ളവർ, എവിടെയാണോ സേഫായി സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതേ സ്ഥലത്താണ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ട ഓർഡറുകളിരിക്കുന്നത്. അതായത് ഇത് യാദൃശികമായി സംഭവിക്കുന്ന ഒന്നല്ല. അപ്പോ മാർക്കറ്റ് നിങ്ങളോട് വ്യക്തിപരമായ ദേഷ്യം തീർക്കുന്നതാണോ? അല്ല. ഇതിന്റെ പിന്നിലെ ഒറ്റ വാക്ക് ഇതാണ്: ലിക്വിഡിറ്റി. മാർക്കറ്റ് അതിന്റെ യാത്രയ്ക്ക് വേണ്ട ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം അന്വേഷിച്ചു പോവുകയാണ്. ആ ഇന്ധനത്തിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ട് അഥവാ സ്റ്റോപ്പ് ലോസ് വേട്ടയുടെ പിന്നിലെ കാരണം എന്താണെന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം. നമ്മുടെ പെർഫെക്റ്റ് എന്ന് തോന്നുന്ന ട്രേഡുകൾ എന്തിനാണ് പെട്ടെന്നിങ്ങനെ പരാജയപ്പെടുന്നത്? നമുക്ക് കണ്ടുപിടിക്കാം. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമെങ്കിൽ നമ്മൾ ആദ്യം മാർക്കറ്റിന്റെ ഒരു രഹസ്യ ഭാഷ പഠിക്കണം. അതാണ് ലിക്വിഡിറ്റി. ഇതൊരു സീക്രട്ട് കോഡ് പോലെയാണ്. ഒരിക്കൽ ഈ കോഡ് പൊട്ടിച്ചാൽ മാർക്കറ്റിന്റെ അടുത്ത നീക്കം എങ്ങോട്ടായിരിക്കുമെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായി പറഞ്ഞാൽ, ചാർട്ടിൽ എവിടെയാണോ ഒരുപാട് ബൈ ഓർഡറുകളും സെൽ ഓർഡറുകളും, അതായത് പണം കുന്നുകൂടി കിടക്കുന്നത്, അതാണ് ലിക്വിഡിറ്റി. ഈ ഉദാഹരണം നോക്കൂ. ഇത് കിടുവാണ്. നിങ്ങൾക്ക് 1000 ഐഫോൺ വിൽക്കണമെങ്കിൽ എങ്ങോട്ട് പോകും? വാങ്ങാൻ ആളുകളുള്ള മാർക്കറ്റിലേക്ക് പോവണം, അല്ലേ? അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വലിയ ട്രേഡിംഗ് സ്ഥാപനങ്ങൾക്ക് അവരുടെ വലിയ ഓർഡറുകൾ ഫിൽ ചെയ്യണമെങ്കിൽ വിലയെ എങ്ങോട്ട് കൊണ്ടുപോകണം? ധാരാളം ചെറിയ ഓർഡറുകളുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എവിടെയാണ് ഈ ഓർഡറുകളൊക്കെ ഇങ്ങനെ കൂട്ടമായി കാണുന്നത്? മെയിനായിട്ട് 3 ഒന്നാമത്തേത് റീറ്റെയിൽ ട്രേഡർമാരുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ. രണ്ടാമത്തേത് ബ്രേക്കൌട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ട്രേഡർമാരുടെ എൻട്രി ഓർഡറുകൾ. പിന്നെ മൂന്നാമതായിട്ട് വലിയ സ്ഥാപനങ്ങളുടെ ഭീമൻ ഓർഡറുകളും. ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ലിക്വിഡിറ്റി പൂളുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിറ്റി സോണുകൾ എങ്ങനെ നമ്മുടെ ചാർട്ടിൽ കണ്ടുപിടിക്കാം? അതാണ് അടുത്ത ചോദ്യം. ഒരു കാര്യം ഓർക്കണം, ലിക്വിഡിറ്റിക്ക് 2 റോളുണ്ട്. ഒന്ന്, മാർക്കറ്റിന് മുന്നോട്ട് പോകാനുള്ള ഫ്യൂവൽ. 2, മാർക്കറ്റിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, അതായത് ലക്ഷ്യസ്ഥാനം. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം ഏതാണോ അതങ്ങ് മറന്നേക്കുക. അതിനേക്കാൾ ഉയർന്ന ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകുക. എന്നിട്ട് നിലവിലെ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഹൈയും ലോയും മാർക്ക് ചെയ്ത് ഒരു ട്രേഡിംഗ് റേഞ്ച് അങ്ങ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ഇവിടെയാണ് കളി മാറുന്നത്. ലിക്വിഡിറ്റി തന്നെ 2 തരമുണ്ട്. നമ്മൾ നേരത്തെ വരച്ച ആ ട്രേഡിംഗ് റേഞ്ചില്ലേ, അതിന്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റിയെ നമ്മൾ ഇന്റേണൽ ലിക്വിഡിറ്റി എന്ന് വിളിക്കും. ഇതാണ് മാർക്കറ്റിന്റെ ഫ്യൂവൽ. ഇനി ആ റേഞ്ചിന് പുറത്തുള്ള, അതായത് അതിന്റെ മുകളിലും താഴെയുമുള്ള പ്രധാന പോയിന്റുകളിലെ ലിക്വിഡിറ്റിയാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. ഇതാണ് മാർക്കറ്റിന്റെ ടാർഗറ്റ് അല്ലെങ്കിൽ ലക്ഷ്യം. ഈയൊരു കോൺസെപ്റ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ട്രേഡിംഗ് നോക്കിക്കാണുന്ന രീതി തന്നെ മാറും. പിന്നെ നിങ്ങൾ മാർക്കറ്റ് ബുള്ളിഷാണോ ബെയറിഷാണോ എന്ന് ചോദിക്കില്ല. പകരം മാർക്കറ്റ് അടുത്തതായി ഏത് ലിക്വിഡിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങും. അതൊരു വലിയ മാറ്റമാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന്റെ ഈ ഒളിഞ്ഞിരിക്കുന്ന എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വില എങ്ങനെയാണ് ഈ ലിക്വിഡിറ്റി സോണുകൾക്കിടയിൽ ശരിക്കും സഞ്ചരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇതൊരു സൈക്കിൾ പോലെയാണ്, ഒരു ലൂപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, വില റേഞ്ചിനുള്ളിലെ ഇന്റേണൽ ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, അവിടെ നിന്ന് കിട്ടുന്ന ഓർഡറുകൾ ഇന്ധനമായി ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ ഇന്ധനം വെച്ച് റേഞ്ചിന് പുറത്തുള്ള എക്സ്റ്റേണൽ ലിക്വിഡിറ്റിയിലേക്ക് ഒരു കുതിപ്പാണ്. നാലാമത്തേതോ, ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇതൊരു നിരന്തരമായ ഒഴുക്കാണ്. വില പോകുന്ന വഴിയും പ്രധാനമാണ്. ചില വഴികളിൽ നിറയെ സ്പീഡ് ബ്രേക്കറുകൾ പോലെ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. അതിനെയാണ് ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അവിടെ വില പതുക്കെ ഇഴഞ്ഞായിരിക്കും നീങ്ങുന്നത്. പക്ഷെ ചില വഴികളുണ്ട്, നല്ല ക്ലിയർ ഹൈവേ പോലെ, തടസ്സങ്ങൾ വളരെ കുറവ്. അതാണ് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി. അവിടെ വില വളരെ വേഗത്തിൽ സ്മൂത്തായിട്ട് നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈ അറിവൊക്കെ വെച്ച് നമുക്കെങ്ങനെ ട്രേഡ് ചെയ്യാം?
സ്മാർട്ട് മണി, അതായത് വലിയ പ്ലേയേഴ്സിന്റെ പ്ലേബുക്കിലെ ഒരു പ്രധാനപ്പെട്ട മൂവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. റെഡിയല്ലേ? ഈ നീക്കത്തിന് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി സ്വീപ്പ്. സംഭവം സിമ്പിളാണ്. വില ഒരു പ്രധാനപ്പെട്ട ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുന്ന പോലെ വരും. അവിടെയുള്ള സ്റ്റോപ്പ് ലോസുകളും ഓർഡറുകളും ഒക്കെ തൂത്തുവാരി എടുക്കും. എന്നിട്ട് പെട്ടെന്നൊരു യൂ ടേൺ അടിച്ച് പഴയ റേഞ്ചിലേക്ക് തിരികെ കയറും. എന്നിട്ടോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കൊരു പോക്കാണ്. ഇത് മറ്റുള്ളവർക്കൊരു കെണിയാണെങ്കിലും നമുക്കിതൊരു സുവർണാവസരമാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ സ്വീപ്പുകളും ഒരുപോലെയല്ല. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹൈ പ്രോബബിലിറ്റി സ്വീപ്പുകളിലാണ്. അതായത് നമ്മുടെ ട്രേഡിംഗ് റേഞ്ചിന്റെ പുറത്തുള്ള എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുക്കുന്ന സ്വീപ്പുകൾ. റേഞ്ചിന്റെ ഉള്ളിലുള്ള ചെറിയ സ്വിംഗ് പോയിന്റുകളിൽ നടക്കുന്ന സ്വീപ്പുകൾ പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കാനുള്ള ചെറിയ കെണികൾ മാത്രമായിരിക്കും. അതിൽ പോയി വീഴരുത്. അപ്പോ എപ്പോഴാണ് ഈ ഹൈ ക്വാളിറ്റി സ്വീപ്പുകൾ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത? മാർക്കറ്റിൽ നല്ല വോള്യൂമുള്ള സമയങ്ങളിൽ. ഉദാഹരണത്തിന് ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സമയങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ്? ഒന്നേ ഉള്ളൂ, റേഞ്ചിന്റെ ഒരു സൈഡിലുള്ള ലിക്വിഡിറ്റി തൂത്തുവാരിയെടുത്ത് ആ കിട്ടിയ പവർ ഉപയോഗിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റിയിലേക്ക് ഒരു കുതിപ്പ് നടത്തുക. ഇതാണ് അതിന്റെ പ്രധാന ഉദ്ദേശം. അപ്പോ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ട്രേഡിംഗ് മൈൻഡ്സെറ്റ് മാറ്റും? മാർക്കറ്റിന്റെ ഒഴുക്കിനെതിരെ നീന്തുന്നതിനു പകരം അതിന്റെ കൂടെ ആ ഒഴുക്കിനൊപ്പം എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചതിലെ ഏറ്റവും വലിയ പാഠം. നമ്മുടെ ലക്ഷ്യം ലിക്വിഡിറ്റി ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് ലിക്വിഡിറ്റി എവിടെയാണോ അവിടേക്ക് ട്രേഡ് ചെയ്യുക എന്നതാണ്. ലിക്വിഡിറ്റിയെ ഒരു ഭീഷണിയായി കാണുന്നതിനു പകരം അതിനെ നമ്മുടെ ടാർഗറ്റായി കാണുക. വിലയുടെ ലക്ഷ്യം അതാണെന്ന് മനസ്സിലാക്കി അതിനൊപ്പം യാത്ര ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ട്രേഡ് എടുക്കുന്നതിനു മുൻപ് ചാർട്ടിലേക്ക് നോക്കി ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കുക: മാർക്കറ്റിന്റെ യഥാർത്ഥ ലക്ഷ്യം എവിടെയാണ്? എവിടെയാണ് പണം ഇരിക്കുന്നത്? ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ട്രേഡിംഗിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.